ഇതാണ് കെ സാലറി. അത് ട്രഷറിയിൽ വരും, പക്ഷെ ആർക്കും എടുക്കാൻ പറ്റില്ല. ഈ കേരളത്തിലെ ഏറ്റവും ജനാധിപത്യ ബോധമുള്ളത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കയറി മുള്ളുന്ന മരപ്പട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് മറിയക്കുട്ടി ഇടുക്കിയിൽ ചട്ടിയുമായിട്ട് ഇറങ്ങി റോട്ടിൽ സമരം ചെയ്തപ്പോൾ ആക്ഷേപിച്ച ആളുകൾ ഇന്നിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്കും കൂടി ആ ചട്ടി കൊടുക്കുന്ന സാഹചര്യം വന്നു. ഇത് മാസങ്ങൾക്ക് മുമ്പും കുറെ കാലങ്ങൾക്ക് മുമ്പ് UDF പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെയാ വരാൻ പോകുന്നു എന്ന്. ക്ഷേമ പെൻഷൻ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്ന് അവകാശപ്പെട്ട ആളുകളാ. എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ പണം തന്നിട്ടാണെന്ന്? ഞാൻ വിചാരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ സാധാരണ മനുഷ്യർ. ഈ ക്ഷേമ പെൻഷൻ കിട്ടിയാൽ മെഡിക്കൽ ഷോപ്പിലേക്കും പലചരക്ക് കടയിലേക്കൊക്കെ ഓടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ. ഒരു നവകേരള സദസ്സ് കൂടി നിങ്ങൾ നടത്ത്, ഒരു കേരളീയവും കൂടി നടത്ത്, 1,05,00,000 2,05,00,000 ഒരു ബസ്സിൽ യാത്ര ചെയ്യ്, മുഖാമുഖം നടത്ത്. ഈ മുഖ്യമന്ത്രിയുടെ മുഖം കേരളത്തിലെ 140 മണ്ഡലത്തിലും കൊണ്ടുപോയി നടത്ത്. എന്നിട്ടും ഇതിനെ ന്യായീകരിക്കുക. എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ ഈ കേരളത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കാനായിട്ട് CPM ആവശ്യപ്പെടുന്നു. ഇതിനാണ് ഇവിടെ നിങ്ങൾ ഭരിക്കുന്നത്.